പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ കൺസ്ട്രക്ഷൻ ഓഫ് കോട്ടിലാറ്ററൽസ് എന്ന ചാപ്റ്ററുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. പേജ് നമ്പർ 112 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ക്യാൻ യു ഡ്രോ ദീസ് പാറ്റേൺസ് ഓഫ് സ്ക്വയേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ പാറ്റേൺ ഇതുപോലെ തന്നെ വരയ്ക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വരയ്ക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി ആ ചിത്രം മുഴുവനും എല്ലാം തന്നെ സ്ക്വയേഴ്സാണ് കേട്ടോ. സ്ക്വയേഴ്സ് വെച്ചാൽ അറിയാമല്ലോ, സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം പറഞ്ഞു. ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ തന്നെയല്ല, ഓൾ ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്കെയിൽ കൊണ്ട് തന്നെ നമ്മൾ 90 ഡിഗ്രി കണക്കാക്കി എന്ത് ചെയ്യുക, ജസ്റ്റ് മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുന്നു. 1 2 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് എടുക്കുക. അപ്പോഴും മുകളിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് 90 ഡിഗ്രി ആയിട്ട് വേണം അത് കൺസ്ട്രക്ഷൻ നടത്താൻ കേട്ടോ. അതും എത്രയായിരിക്കണം, ഓൾ സൈഡ്സ് ഈക്വലാണ് എന്നുള്ള കോൺസെപ്റ്റ് സ്ക്വയറിനെ സംബന്ധിച്ച് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ വേണം അത് വരച്ചെടുക്കാൻ. അഗൈൻ ഇതിൻ്റെ മുകളിലാണ് അടുത്ത ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇത് 90 ഡിഗ്രി ശരിക്കും പെർപെൻഡിക്കുലർ ലൈനാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മുകളിലേക്കും കൂടെ അങ്ങ് വരച്ചെടുത്തേക്കും. അപ്പോൾ അടുത്ത സ്ക്വയറിൻ്റെ ഒരു സൈഡൂടെ ആയിക്കോളും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മുമ്പിലേക്ക് വരച്ചെടുക്കുക. 4 വരെ വരച്ചേക്കുക. അപ്പം രണ്ടാമത്തെ സ്ക്വയറിൻ്റെ 2 സൈഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ എന്തെടുക്കുക, 90 ഡിഗ്രി എടുക്കുന്നു. മുകളിലേക്ക് 2 ആണ് വേണ്ടത്. പക്ഷേ നമ്മൾ എന്തെടുക്കുക, നമുക്ക് 4 വരച്ച് അടുത്ത സ്ക്വയറിൻ്റെ ഒരു എഡ്ജ് കൂടി നമുക്ക് വേണമെങ്കിൽ കിട്ടുന്നത് പോലെ വരച്ചെടുക്കുക. 2 പ്രാവശ്യമായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ കണക്കാക്കി വരയ്ക്കുന്നു. ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഭാഗമായി. വീണ്ടും ഇവിടുന്ന് 2 കൂടി എടുത്താൽ അടുത്തതിൻ്റെ ഭാഗവും കൂടി ആയി. എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് 90 ഡിഗ്രി കണക്കാക്കി വരയ്ക്കുന്നു. ഇതും 2 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ രണ്ടും ചേർത്ത് വരയ്ക്കുക കേട്ടോ. നമ്മളതിൻ്റെ ഫൈനൽ പോർഷനിലോട്ട് എത്തി. ഇത് ജസ്റ്റ് 90 ഡിഗ്രി കണക്കാക്കി 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വരയ്ക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്ന് 2 നമ്മുടെ ഫസ്റ്റ് ചിത്രമായി. എല്ലാ സൈഡ്സും എത്രയാണ്, 2 cm വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കി ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ സ്ക്വയറിൻ്റെ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സ്ക്വയറിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? ഇൻ എ സ്ക്വയർ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, ഈ 2 സൈഡ്സ് പാരലലാണ്. അതുപോലെ ഡയഗണൽസ് ആർ ഈക്വൽ. അതായത് ഡയഗണൽസ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനാണ് കേട്ടോ. ഈ ലൈനും തിരിച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ക്രോസ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഡയഗണൽസിൻ്റെ ലെങ്ത് ഈക്വലാണ്. ദെൻ ഡയഗണൽസ് കട്ട് ചെയ്യുന്നത്, ഞാൻ ഈ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കുന്നത് മനസ്സിലായില്ലേ? ഞാൻ ഈ ചിത്രത്തിലെ ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണെന്നോ ഒന്ന് കാണിച്ച് തന്നേക്കും. കണ്ട് ഇതും ഈ ലെങ്ത്തും ആ പ്രോപ്പർട്ടി, ആ ഫസ്റ്റ് ഭാഗത്തെ പ്രോപ്പർട്ടി ഞാൻ ഈ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണ്. കൂടാതെ ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിളാണ്. അതായത് ഇത് കറക്റ്റ് ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് എല്ലാ ആംഗിൾസും എന്ത് തന്നെയാണ്, റൈറ്റ് ആംഗിളാണ്. ബൈസെക്റ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്ത് കടന്നു പോകുന്നത്. അത് ഓർത്തിരുന്നോണം കേട്ടോ. അതൊരു സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അടുത്തത് അതേ പേജിൽ തന്നെ
അതായത് പേജ് നമ്പർ 112 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ, ദെൻ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ, 1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ ചെയ്ത് നോക്കാം. ആദ്യം 4 cm നമ്മളൊരു ലൈൻ വരച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ വരയ്ക്കുന്നു. അപ്പം സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി 90 ഡിഗ്രി വേണം എന്നുള്ളതാണ് അടിസ്ഥാനമായ കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി കണക്കാക്കി ഒരു പോയിൻ്റ് വരച്ചു. ടോപ്പിലേക്കുള്ള ലൈനിൻ്റെ ലെങ്ത് എത്ര വേണം, കറക്റ്റ് 4 പാടുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് 4 എടുക്കുക, ഒരു 8 വയ്ക്കാം. 8 വെച്ചാൽ 8, 1, 2, 3, 4 വരെ ഇതായിരിക്കും 4 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് വരയ്ക്കുന്നു. മുകളിലേക്ക് 4 എടുത്താലും കുഴപ്പമില്ല, 6 എടുത്താലും കുഴപ്പമില്ല, കാരണം അടുത്തൊരെണ്ണോടെ വരയ്ക്കണമല്ലോ. വേണ്ട, അതും നമുക്ക് തൽക്കാലം 4 തന്നെ എടുക്കാം കേട്ടോ. 8 മുതൽ 4 വരെ എടുക്കുമ്പോഴത്തേന് കറക്റ്റ് 4 ആയി. ദെൻ ഇത് ജോയിൻ ചെയ്ത് വരച്ചു. ഇനി ഈ ലൈൻ ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് ചെയ്താലും മതി. ഇനി അടുത്ത സ്ക്വയർ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 2 cm ആണ്. അപ്പോൾ ഈ ലൈൻ നമ്മൾ മാറ്റണ്ട, ഇവിടുന്ന് 2 cm കൂടി എടുക്കുക. 1, 2, ഇങ്ങോട്ടേക്ക് 2 cm കൂടി എടുത്തു. അതുപോലെ മുകളിലേക്കും 2 cm വരച്ചു. അപ്പോൾ ഇത് 4 cm ആയി, ഇത് 2 cm ആയി. ഇനി ലാസ്റ്റത്തത് 1 cm ആണ്. അപ്പോൾ മുകളിലേക്ക് കറക്റ്റ് 1 cm നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. ഇങ്ങോട്ടേക്ക് 1 എടുത്തു, ഇങ്ങോട്ടേക്ക് 1 cm. ലാസ്റ്റത്തെ ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ചില്ല, ഞാനൊരു ഊഹത്തിലങ്ങ് വരച്ചു. നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാവുള്ളൂ കേട്ടോ. ദിസ് ഈസ് 1 cm. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് 4 cm ഉള്ള ഒരു സ്ക്വയർ, 2 cm ഉള്ള സ്ക്വയർ, 1 cm ഉള്ള സ്ക്വയർ വന്നു. അടുത്തത് പേജ് നമ്പർ 113 തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ചെയ്യാം. ആദ്യം ആ ചിത്രത്തിൽ നമുക്ക് 3 സ്ക്വയേഴ്സ് ആണ് ആദ്യം വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മിഡിലെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 0 മുതൽ 2 വരെ ഒരു സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്, അടുത്തതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്, അങ്ങനെ 3 ഡയഗണൽസ് നമ്മൾ ആദ്യം വരച്ചെടുത്തു. ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ ഈ ലൈനിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കുക. അതിന് പകുതിയിൽ കൂടുതൽ അളവെടുത്ത് നമ്മളൊരു ആർക്ക് വരച്ചു. ഇനി ഈ ലെങ്ത് എത്രയായിരിക്കണം, ഇതും 6 തന്നെയായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ വീതം കൊടുത്ത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 6 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 കൊടുക്കുക. 1, 2, 3 ഇവിടെ വരെ. താഴേക്ക് 3, 1, 2, 3, 8 വരെ. ഇനി എന്ത് ചെയ്യുക, ഇത് നമ്മൾ ജോയിൻ ചെയ്യിക്കുക. ഇത് നമ്മളൊരു പെൻസിൽ വെച്ച് ജോയിൻ ചെയ്താൽ മതി. ടീച്ചർ സ്കെച്ച് പെൻ കൊണ്ടാണ്, നിങ്ങളെല്ലാം പെൻസിൽ കൊണ്ടാണല്ലോ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഈ 4 മൂലകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, അതിനെ എന്ത് ചെയ്യുക, 2 ആയിട്ട് കട്ട് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ, എഗെയിൻ 2 സെൻറ്റിമീറ്റർ, എഗെയിൻ 2 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾക്ക് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടുന്ന് എന്ത് ചെയ്യുക, നമ്മൾ 90 ഡിഗ്രി കണക്കാക്കി ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക.
90 ഡിഗ്രി അല്ല 45 ഡിഗ്രി. 0 മുതൽ 45 വരും. 45 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഇവിടെ വരും. അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുക. അങ്ങ് വരെ എത്തിക്കേണ്ട, എവിടെ വരെ ചെയ്താൽ മതി, ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് വരെ എത്തിച്ചാൽ മതി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മൾ 90 ഡിഗ്രി വരയ്ക്കുക. 90 അല്ല 45 ഡിഗ്രി. അതിലേക്കും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി എല്ലാ ആംഗിളും അങ്ങനെ തന്നെയാണ് വരയ്ക്കേണ്ടത്. പക്ഷെ നമുക്കിനിപ്പോൾ ഒരു എളുപ്പമാർഗ്ഗം കിട്ടി. ഈ ഒരു ലൈൻ എന്ത് ചെയ്യുക, ഈ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതുപോലെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വരയ്ക്കുക. അതുപോലെ ഈ ടച്ച് ചെയ്തെടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ എല്ലാ പോയിൻറ്റും വളരെ വേഗം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഈ ഒരു ലൈനൂടെ വരച്ചിട്ടാട്ടോ റബ്ബ് ചെയ്ത്. ലാസ്റ്റത്തെ ഒരെണ്ണം വരയ്ക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഇപ്പോൾ എല്ലാമായി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് റബ്ബ് ചെയ്താൽ മതിയാവും. വേണ്ടത് മാത്രം കുറച്ചൊക്കെ അടുപ്പിച്ച് വരയ്ക്കാവേ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പല രീതിയിൽ വരയ്ക്കാൻ കേട്ടോ. ഇത് ഞാൻ എൻ്റെ രീതിയിൽ വരച്ചതാണ്. അപ്പോൾ ഈ വരയ്ക്കാനുള്ള ഐഡിയ കിട്ടാനുള്ള കാരണമൊക്കെ നമ്മുടെ ഒരു സ്ക്വയേഴ്സിൻ്റെ കോൺസെപ്റ്റ് ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടില്ലേ. അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് 6 സെൻറ്റിമീറ്റർ ആണല്ലോ വരച്ചത്. ഇത് 6 സെൻറ്റിമീറ്റർ വരയ്ക്കാനുള്ള കാരണം ഈ ഡയഗണലിൻ്റെ ലെങ്ത് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും. ഡയഗണലിൻ്റെ ലെങ്ത് ഈക്വലാന്നൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് എല്ലാം കൂട്ടിയാൽ 6 ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഡയഗണൽസ് കൂട്ടിയാലും 6 ആയിരിക്കില്ലേ. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇത് വരച്ചത് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ 45 ഡിഗ്രി വരയ്ക്കാൻ കാരണം ഈച്ച് ആംഗിൾ ഈസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ, അതുകൊണ്ട് ഇത് 45ഉം ഇത് 45 എടുത്ത് വരയ്ക്കാനുണ്ടായ കാരണവും നമ്മുടെ ആ തിയറം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് തിയറം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചിത്രവും വളരെ വേഗം വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അധ്യാപകർ സ്കൂളിൽ വേറെ മെത്തേഡായിരിക്കും പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇതിങ്ങനെ പഠിച്ചു. ആ തിയറം ഇത് ടീച്ചർ സ്കെച്ച് പേനുകൊണ്ടാണ് വരച്ചത്, അതുകൊണ്ടാട്ടോ ഈ നടുക്കത്ത് വായിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ അതേ ചിത്രം തന്നെ വന്നത് കണ്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം കേട്ടോ. ഇതെല്ലാം എത്ര തന്നെയാണ്, ഈ ഡയഗണൽസിൻ്റെ എല്ലാം ലെങ്ത് 2 cm ആണേ. ഇവിടെയുള്ളതെല്ലാം 2 cm ആണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.